മൂന്ന് സംഖ്യകൾ 2:3:7 എന്ന അംശബന്ധത്തിലാണ്. അവയുടെ വർഗ്ഗങ്ങളുടെ തുക 38,750 ആയാൽ സംഖ്യകളേവ. നമുക്ക് മൂന്ന് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ തന്നത് 2:3:7. ഇവയുടെ വർഗ്ഗങ്ങളുടെ തുക തന്നിട്ട് 38,750 സംഖ്യകൾ കാണണം. നമുക്ക് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 2:3:7 ആണ്. അപ്പോൾ സംഖ്യകൾ എന്തെടുക്കാം? 2x 3x 7x. അംശബന്ധം 2:3:7 ആണ് അംശബന്ധം. അപ്പോൾ ആ സംഖ്യകൾ 2x 3x 7x എന്ന് എടുത്തു. ഇനി എന്താ? അവയുടെ വർഗ്ഗം പറഞ്ഞാൽ സ്ക്വയർ ആണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും സ്ക്വയർ കാണുക. 2x ഹോൾ സ്ക്വയർ 3x ഹോൾ സ്ക്വയർ 7x ഹോൾ സ്ക്വയർ. ഇപ്പം എന്തായി? അവയുടെ വർഗ്ഗങ്ങൾ കണ്ടു. വർഗ്ഗങ്ങളുടെ തുക ഇനി കൂട്ടണം. കൂട്ടിക്കഴിഞ്ഞാലോ സമം എത്രയാണ്? 38,750. 2x ഹോൾ സ്ക്വയറിന് 2നും x-നും സ്ക്വയർ കിട്ടണം. അപ്പോൾ എന്ത് വരും? 4x സ്ക്വയർ കൂട്ടണം. ഇവിടെ എന്ത് വരും? 9x സ്ക്വയർ കൂട്ടണം. ഇവിടെ എന്ത് വരും? 49. ഏയുടെ സ്ക്വയർ 49x സ്ക്വയർ സമം 38,750. ഇതെല്ലാം കൂടി കൂട്ടണം. 4x സ്ക്വയറും 9x സ്ക്വയറും 49x സ്ക്വയറും എല്ലാം ഇവിടെ x സ്ക്വയർ ആണല്ലോ. അതുകൊണ്ട് സംഖ്യകൾ മാത്രം കൂട്ടിയാൽ മതി. 4 9 13. 13ഉം 49 കൂട്ടുമ്പോൾ 49 3ഉം 52 10 62 എന്ന് വരും. 62 എന്നിട്ട് അതിൻ്റെ കൂടെ എന്തിടുക? x സ്ക്വയർ സമം 38,750. 62x സ്ക്വയർ സമം 38,750 ആണെങ്കിൽ x സ്ക്വയർ എങ്ങനെ കാണുക? ഇൻറ്റു 62 അങ്ങോട്ട് പോട്ടെ. x സ്ക്വയർ സമം 38,750/62. നമുക്ക് ഹരിക്കണം. എന്ത്? 38,750നെ 62 കൊണ്ട് ഹരിക്കണം. 62 387 എത്ര തവണ പോവും? 6 പ്രാവശ്യം. 6 2 12 ശിഷ്ടം 1 6 6 36 37. കുറയ്ക്കുമ്പോൾ 5 2 7 1 7 8 15 തന്നു. അടുത്ത അക്കം 5 ഇറക്കിയിട്ടു. 155 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം പോവും. 2 × 62 124 എന്ന് വരും. കുറയ്ക്കുക 1 3 31. അടുത്ത അക്കം ഇറക്കിയിട്ടു 0. 310 62 കൃത്യം 5 തവണ പോവും. അപ്പം 5 × 62 310 കുറയ്ക്കുമ്പോൾ 0. അതായത് x സ്ക്വയർ സമം നമ്മൾ ഹരിച്ചു. 38,750നെ 62 കൊണ്ട് ഹരിച്ചപ്പോൾ എത്ര കിട്ടി? 625. x സ്ക്വയർ 625 ആണെങ്കിൽ x എങ്ങനെ കാണുക? റൂട്ട് കാണുക. റൂട്ട് ഓഫ് 625 എത്ര വരും? 25. നമുക്ക് x കിട്ടി. എന്താ നമുക്ക് ചോദ്യത്തിൽ? സംഖ്യകൾ കാണണം. സംഖ്യകൾ കാണണമെങ്കിൽ ഇതിൽ വില കൊടുത്താൽ മതി. എത്ര വരിക? 2x 2 × 25. ആദ്യത്തെ സംഖ്യ എന്ത് വരും? 50. 3x 3 × 25 എത്ര വരും? 75. 7x 7 × 25 എത്ര വരും? 175. അപ്പോൾ സംഖ്യകൾ 50 75 175.